സുലു ചേട്ടാ എനിക്ക് വല്ലാത്ത ടെൻഷൻ. എന്തിനീ? അത് ഈ ഗർഭസമയത്ത് നീയുടെ ഒറ്റക്ക് വീട്ടിലെ കൊണ്ട് ഓഫീസിലിരിക്കുമ്പോഴേ എന്നെ കുറിച്ച് മാത്രമാണ് എൻ്റെ ചിന്ത. ഭയങ്കര ടെൻഷൻ. എന്താ ചെയ്യാ? നിന്റെ അച്ഛന് സുഖമില്ലാത്തോണ്ടാ അല്ല നമുക്ക് നിന്റെ അമ്മേനെ കൊണ്ടുവരുന്നു. എന്റെ അമ്മേനെ വിളിക്കാൻ വെച്ചാൽ പിന്നെ ഓർക്കാൻ നടുവേനയുള്ളതുകൊണ്ട്. അയ്യോ വേണ്ടതിനെ ചേട്ടാ, ഞാൻ സമാധാനത്തിലൊന്ന് പ്രസവിച്ചോട്ട്. അതല്ലടി ഇതിപ്പോ ഇപ്പം ഗർഭസമയത്ത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇന്ന് തിന്നണം അന്ന് തിന്നാൻ പാടില്ല, ഇതെല്ലാം പറഞ്ഞുതരാൻ ഒരാളുണ്ടെങ്കിൽ നല്ലേനു. അതുകൊണ്ട് മാത്രം വേണമെങ്കിൽ നിന്നെ അടുത്ത മാസം ഞാൻ നാട്ടിൽ കൊണ്ടാക്കാം കേട്ടാ. ഞാൻ പോവില്ല. ദിനേശ് ചേട്ടന് ഇപ്പൊ എന്താ വേണ്ടേ? പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനും അറിയാനും ഒരാൾ വേണം അല്ലേ? ഗർഭത്തെ കുറിച്ച് മുഴുവൻ അറിയുന്ന ഒരാൾ അല്ലേ? അങ്ങനെ ഒരാൾ എന്റെ കൂടെ ഉണ്ട്. ആരാണ് അയാൾ? ഗൂഗിൾ. ഒരു കാര്യം പറഞ്ഞാ ദിനേശ് ചേട്ടൻ ഞെട്ടുവാ. ഞെട്ടാം. ഗൂഗിള് പറയുന്ന പോലെ കേട്ടാ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പ്രസവിക്കാം. ഹോം മെയ്ഡ് ഡെലിവറി. അനക്കെന്റെ ദിനേശ് ചേട്ടനും ഗൂഗിള് മാത്രം മതി, വേറെ ആരും വേണ്ട. എങ്ങനെയുണ്ട് ദിനേശ് ചേട്ടാ? പൊളി സാധനം. ദിനേശ് ചേട്ടാ നോക്കിയോട്ടോ എന്റെ കഴുത്തിന് ചുറ്റും കറുപ്പായിട്ട്. അത് ഗർഭസമയത്ത് വരുന്നതന്നെ, ആ കാര്യം നോക്കണ്ട. മാറ്റാണ്ടല്ല അമ്മ എന്തോ ഒരു സംഭവം പറയട്ടെ. ഈ ചേരിക്കുച്ചില്ലേ, ചേരിക്കുച്ചും ചെറുപയറും ഇട്ട് കഴുത്തിന് നന്നായിട്ട് തേച്ച് കുളിച്ചു കഴിഞ്ഞാണ്ടല്ല കറുപ്പ് പോയിക്കോളും. നീ അങ്ങനെ ഒന്ന് നോക്ക്. ചേരിക്കുച്ചിട്ട് തേക്കാനേ ഞാൻ പശുവല്ല, ഒരു മനുഷ്യനാണ്. നിങ്ങൾ അമ്മേനോടൊന്ന് പറഞ്ഞേ. വയസ്സായ ആളുകൾ ഓരോ അഭിപ്രായങ്ങൾ, അനക്ക് ആരുടെ അഭിപ്രായം വേണം? ഞാൻ ഗൂഗിളിനോട് ചോദിച്ചോളും. വെളുക്കാൻ ക്രീം വേണമെങ്കിൽ ഗൂഗിൾ അയച്ചിട്ട് ആയിരിക്കുമല്ലേ. ഹൗ ടു റിമൂവ് ബ്ലാക്ക് ഫ്രം നെക്ക്. ഗൂഗിൾ എന്നാ ഇവക്ക് കൈവശം കൊടുത്തന. ഇത് പറഞ്ഞാലും ഗൂഗിള്. നല്ല പൊറോട്ട തന്നെ വേണം. അനക്കും വേണം പൊറോട്ട. ദിനേശ് ചേട്ടാ അനക്ക് പൊറോട്ട വാങ്ങി തരുവാ? അനക്ക് പൊറോട്ട എന്നാന്ന് തോന്നുന്നു. അതിനെന്താ? അല്ല കറിയെന്നാ വേണ്ട എനിക്ക്? കുറുമ മതി. ഗർഭിണിയായ ഭാര്യക്ക് പൊറോട്ട വാങ്ങിക്കൊടുക്കാൻ കഴിയില്ലേ? പിന്നെ ഞാൻ ഇത് പുഴുങ്ങിയ ഭർത്താവ്. ഞാൻ ഇപ്പൊ വിളിച്ചു പറയാം. വിളിക്ക്. ഹലോ ചേട്ടാ, ഇത് അൽ ഹിലാൽ അല്ലാത മജ്ലിസ് റെസ്റ്റോറന്റ് അല്ലേ? ചേട്ടാ പൊറോട്ട ഉണ്ടാ? എത്ര വേണം സാറേ? ചേട്ടാ 4 പൊറോട്ട. അപ്പൊ 4 പൊറോട്ട. കറി എന്നാ എടുക്കുന്നത് സാറേ? ഈ സമയം പൊറോട്ട കഴിക്കാമല്ലോ അല്ലേ? ഈ സമയം പൊറോട്ട കഴിക്കാൻ വേണ്ട, ഞാൻ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്യട്ടെ. ഹലോ സാറേ, കറി എന്താ? ഒരു സെക്കൻഡ്. ഹലോ ചേട്ടാ ഒരു സെക്കൻഡ്. ഒരുപാട് കഴിക്കാൻ പാടില്ല. ഒന്ന് കഴിക്കുന്നോണ്ട് കുഴപ്പമില്ല അല്ലേ? കുഴപ്പമുണ്ടാവില്ല. ഹലോ ചേട്ടാ പൊറോട്ട 4 വേണ്ട, ഒരു 3 പൊറോട്ട. ഓക്കെ. കറി എന്തുവാ സാറേ വേണ്ടേ? ഹലോ ചേട്ടാ 3 പൊറോട്ട. കറി ഒന്നും വേണ്ടേ സാറേ? കറി വെജ് വേണ്ട, നമ്മുടെ സ്പെഷ്യൽ വെജ് കുർമ അതങ്ങനെ സാറേ. ആയിക്കോട്ടെ. ഓക്കെ. അപ്പൊ 3 പൊറോട്ട, ഒരു വെജ് കറി. സാറേ റൂം എവിടെയാണെന്ന് പറഞ്ഞേ? ഹലോ സാറേ, ചേട്ടാ ഈ കുറുമയില് എന്തെല്ലാം വെജിറ്റബിൾസ് ഇടും നിങ്ങള്? വെജ് കറിയിൽ ഇപ്പൊ എന്താ, ക്യാരറ്റ്, പൊട്ടാറ്റോ, ഗ്രീൻ പീസ്, ബീൻസ്, കോളിഫ്ലവർ ഇതൊക്കെ ഇടും സാറേ നമ്മള്. ഇതില് ക്യാരറ്റ്, പൊട്ടാറ്റോ, ഗ്രീൻ പീസ്, ബീൻസ്, പിന്നെ കോളിഫ്ലവർ.
ബീൻസ് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഗൂഗിൾ ഹലോ സാറേ, ഹലോ ചേട്ടാ ഹലോ ഒരു സാറേ. സെക്കൻഡ്. Beans are good source of protein and excellent reservoir. Folic acid, potassium, magnesium and essential fatty acid. ആ പ്രശ്നമില്ല. ബീൻസ് കുഴപ്പമില്ല, നല്ല. ചേട്ടാ എന്നാ പിന്നെ ഇത് നമ്മളെ ബിൽഡിംഗ് അൽത്തവൻ നോക്ക്, ഈ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് മഞ്ഞപ്പൊടി ഇട്ട് പുഴുങ്ങിയല്ലേന്ന് ചോദിച്ചാൽ ഹലോ നമ്മളെ കുഞ്ഞു വേണ്ടിട്ടല്ലേ ചോദിക്കുന്നു ചേട്ടാ. ഈ ചേട്ടാ ഈ നമ്മളെ ഈ കോളിഫ്ലവർ ഈ ചൂടുവെള്ളത്തിൽ മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് വെച്ചിട്ട് അല്ലേ അങ്ങനെല്ലാം ചെയ്തിട്ടായിരിക്കും കുക്ക് ചെയ്തിട്ടുണ്ടാവും. അതെ അതെ, അങ്ങനെ തന്നെ നമ്മൾ ചെയ്യാറ്. വിഷമൊന്നും ഉണ്ടാവില്ല ചേട്ടാ. ചോദിക്കുന്ന നമ്മളെ കുഞ്ഞിന് വേണ്ടിട്ടല്ലേ ചോദിക്കുന്നു ചേട്ടാ. ചേട്ടാ ഈ ഈ പുഴുവൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ കോളിഫ്ലവറിൽ? ഇല്ല സാറേ, നമ്മൾ നല്ല സാധനം അവിടെ കൊടുക്കാറ്. പുഴു ഉണ്ടാവില്ല പോലും. എന്നാ പറഞ്ഞു. അപ്പൊ ചേട്ടാ 3 പൊറോട്ടയും ഒരു വെജ് കുറുമയും. ഇത് അൽത്ത. ഓക്കെ സാർ, റൂം എവിടെയാണെന്ന് പറഞ്ഞേ? ഇവരെല്ലാം കള്ളന്മാരായിരിക്കും. ഇവരിതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് ചിക്കൻ മതി, വെജ് വേണ്ട. ചിക്കൻ മതി ചേട്ടാ. ഹലോ, ചിക്കൻ ഫ്രൈ ഐറ്റംസ് തന്നാണ് അതൊന്നും. ഹലോ എന്നാ ചേട്ടാ. ഹലോ എന്താ സാറേ വീണ്ടും? നമ്മുടെ ഈ വെജ് കുറുമ വേണ്ട, ചിക്കൻ ഫ്രൈ ഉണ്ടാ. അപ്പൊ ചേട്ടാ 3 പൊറോട്ടയും ഒരു ചിക്കൻ ഫ്രൈ. ഇതാണ് ചിക്കൻ ഫ്രൈ അതോ ഇന്നലെയല്ല ഫ്രൈ ചെയ്ത പഴയ എണ്ണയിലാന്ന് ഗൂഗിള് പ്രത്യേകം പറയുന്നുണ്ട്. പഴയ എണ്ണയിൽ ഫ്രൈ ചെയ്ത ഒന്നും കഴിക്കാൻ പാടില്ല എന്ന്. ഈ ചിക്കൻ പൊരിച്ചത് പുതിയ എണ്ണയിലായിരിക്കുമല്ലോ അല്ലേ, പഴയ എണ്ണയിലൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ? സാറേ ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറും ഭാര്യ ഇവിടെ പണ്ടൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഒരു ഓർഡറിന്? ചില്ലിയുണ്ട്, ചുക്കിയുണ്ട്, പെപ്പറുണ്ട്, പിന്നെ ഗ്രില്ലും. സാറേ വൈകിപ്പഴപ്പിനാ നമ്മൾ ഇത്ര ദൂരം വന്ന് ഈ കച്ചവടം. സാറ് രാത്രി വിളിച്ച് കോമഡി പറഞ്ഞിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. സാറിന്റെ പണി നോക്കി പോയേ. എന്റെ പൊന്നു സാറേ, നമ്മൾ വൈറ്റിപ്പഴപ്പിനാ ഇത്രയും ദൂരം വന്നിവിടെ കച്ചവടം. അല്ലാതെ സാറിനും മാഡത്തിനെ വിളിച്ച് കോമഡി പറയാനല്ല. സാറിന് വെച്ചിട്ട് പോയേ. നന്നായി, നല്ല കാര്യം. ഇപ്പോഴേ ഞങ്ങളെ ഹോട്ടലിൽ പൂട്ടാറായി. സാറ് വേറെ എവിടെയെങ്കിലും വിളിച്ച് നോക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് കിടന്നുറങ്ങാൻ നോക്കി. അപ്പൊ ശരി സാറേ, ബൈ. എന്താ ചേട്ടാ വേഗം കൊണ്ടുവരുമല്ലോ, പാർസല് വേഗം കൊണ്ടുവരുവാ. മൈദ വൈഫൈ ഓണല്ലേ? അതിനകത്ത് സെർച്ച് ചെയ്ത് നോക്ക്, ഹൗ ടു മേക്ക് കേരള പൊറോട്ട ഈസിലി. മൈദ എവിടെയാന്ന് പറഞ്ഞേ? It is proven that music has a role in brain development before birth. Listening to music during pregnancy will not only have a soothing and uplifting effect on pregnant woman, but also a positive influence on the unborn baby. അപ്പോൾ കുഞ്ഞിക്ക് പാട്ടെല്ലാം കേൾപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ദിനേശ് ചേട്ടാ നമ്മൾ കുഞ്ഞിക്കൊരു പാട്ട് പാടി കൊടുത്തേ. പാട്ട് ഈ സമയത്ത് കുഞ്ഞിന് പാട്ടെല്ലാം കേൾപ്പിച്ചു കൊടുക്കണം. എന്നാലേ കുഞ്ഞിന് പാട്ടിനോടെല്ലാം ഒരു അഭിരുചി ഉണ്ടാവും. പാട് ദിനേശ് ചേട്ടാ. ഗൂഗിൾ പറഞ്ഞു തന്നായിരിക്കും. എങ്ങനെയാ മനസ്സിലേ? ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഗൂഗിളല്ലേ. പാട് പാടാ പാടിത്തരാ എന്റെ കുഞ്ഞിക്ക്. പാടട്ടാ. ഉണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ പൊന്നുണ്ണി വാവാവോ. കുഞ്ഞു കുട്ടിയാ ചവിട്ടു. മലയാളം പാട്ട് പാടി എന്റെ കുഞ്ഞിന്റെ ടേസ്റ്റ് കളയല്ല ദിനേശ് ചേട്ടാ. ഒരു ഉണ്ണി വാവാ ഒരു ഇംഗ്ലീഷ് പാട്ട് പാടി കൊടുക്ക് ദിനേശ് ചേട്ടാ. ഇംഗ്ലീഷ് പാട്ട്? ഇംഗ്ലീഷ് പാട്ട്. ഇപ്പോഴേ ഇംഗ്ലീഷ് പാട്ട് കേട്ടാലേ കുഞ്ഞിക്ക് അതിനോടൊരു അടുപ്പം വരും. പണ്ടല്ല എൻ്റെ അമ്മ മലയാളം പാട്ട് കേട്ടിട്ട് എൻ്റെ ഇംഗ്ലീഷ് കുറച്ചു ബാക്കോട്ടായി പോയിന്. നമ്മളെ കുഞ്ഞ് ഇപ്പോഴേ ഇംഗ്ലീഷ് കേട്ട് വളരട്ട്. പാട് ദിനേശ് ചേട്ടാ, ഒരു ഇംഗ്ലീഷ് പാട്ട് പാട് നമ്മളെ കുഞ്ഞിക്ക് വേണ്ടിട്ട്.
Papa singing an English song. ചൊല്ലു പാട്ടെ പാട്ടെ ടൺ 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 I am in love with the shape of you. We push and pull like a magnet do. Although my heart is falling too. I am in love with your body. And last night you were in my room. And now my bed sheets smell like you. Every day discovering something brand new. I'm in love with your body. Ooh ah ooh ah ooh ah ooh ah. നിങ്ങൾ എന്നാ പാട്ട് പാടുകയെന്നല്ലേ പാട്ട് കരയെന്ന്. ഇത് കേട്ട എന്റെ കുഞ്ഞിന്റെ ഭാവി ഇതോടെ വെള്ളത്തിലാവും. ഒരു ഇംഗ്ലീഷ് പാട്ട് പാടീന് അംഗൻവാടിയിലെ പിള്ളേർ ഈനാക്കള് നല്ലോണം പാടും. ഇതെന്ത് മനുഷ്യനപ്പാ പാട്ട് പാടി. എപ്പോഴും ഇങ്ങനെ കിടക്കാണ്ട് എന്തെങ്കിലും പണിയുണ്ടെങ്കിലും എടുത്ത് ചെയ്യലു. എപ്പം നോക്കിയാലും ഒരു കടുത്തോ. ഈ സമയം പണിയെടുക്കാൻ പാടില്ല ദിനേശേട്ടാ. കഴിഞ്ഞ പ്രാവശ്യം ചെക്കപ്പിന് വരും ഡോക്ടർ എന്നാ പറഞ്ഞിന് കയ്യുന്ന പോലെ പണിയെടുക്കണം പറഞ്ഞാ. പിന്നെ ഒരു ഡോക്ടർ ഗൂഗിളിനേക്കാൾ വേറെ അല്ലേ ഡോക്ടറിന്. ദിനേശേട്ടാ നമുക്ക് 3 വർഷം കഴിഞ്ഞല്ലേ കുഞ്ഞുണ്ടാകുന്നത്. അപ്പൊ ഫുൾ റെസ്റ്റ് എടുക്കണം എന്നാണ് ഗൂഗിൾ പറയുന്നത്. പ്രസവം കഴിഞ്ഞാലും കുറച്ച് റെസ്റ്റ് എടുക്കേണ്ടി വരും. ദിനേശേട്ടാ നല്ല ക്ഷീണുണ്ടല്ലേ, കിടക്കാൻ പോന്നാ? കിടക്കല്ലേ ദിനേശേട്ടാ, കിടക്കുന്നതിന് മുമ്പ് നിലയെല്ലാം ഒന്ന് ഡെറ്റോളിട്ട് വൃത്തിയാക്കി. ഭയങ്കര മുഴിഞ്ഞാറ്റം. ഇന്നലെ രാത്രിയല്ലേ ഡെറ്റോളിട്ട് ഞാൻ കഴുകിയത് ഫുള്ള്. നോ 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 അക്കോർഡിംഗ് ടു ഗൂഗിൾ ഒരു ഗർഭിണി താമസിക്കുന്ന വീടും പരിസരവും 3 തവണ ഡെറ്റോൾ ഇട്ട് കഴുകേണ്ടതാണ്. മിനിമം 2 തവണയെങ്കിലും. അല്ലാത്ത പക്ഷം വൃത്തിഹീനമായ സാഹചര്യത്തിൽ നിന്നും മുഴുങ്ങനാറ്റം ഉണ്ടാകുകയും ഈ മുഴുങ്ങനാറ്റം കുഞ്ഞിന് അസ്വസ്ഥത ഉണ്ടാകുകയും തൽഫലമായി അമ്മ ഛർദ്ദിക്കാനിടയുകയും ചെയ്യും. ഇത് ഞാൻ പറയുന്നതല്ല ദിനേശേട്ടാ, ഗൂഗിള് പറയുന്നയാ. ഈ ഗർഭത്തിന് മുമ്പേ നീ 3 ദിവസത്തിൽ ഒരിക്കൽ പോലും ഇതൊന്നും കഴുകുന്നത് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ എന്നെ ഛർദ്ദിക്കണ? സുലു, ഈ മുയിങ്ങാറ്റത്തിന് ഇംഗ്ലീഷിൽ എന്താ പറയാ? ഇപ്പൊ ഗൂഗിളിൽ അടിച്ചു നോക്കിയല്ലേ ഇംഗ്ലീഷിൽ എന്താ പറയാ മുയിങ്ങാറ്റത്തിന്? ഈ ഗർഭാവസ്ഥയിൽ അമ്മ കള്ളം പറഞ്ഞു കഴിഞ്ഞാല് ഭാവിയിൽ കുഞ്ഞും കള്ളം പറയുമെന്ന് ഈ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാവുക. മുതലാക്കിക്കോ. ഇതിപ്പോ നിന്റെ ടൈമല്ലേ. എന്നാ ചൊല്ലു. കുഴപ്പമൊന്നുമില്ല. ഇല്ല ദിനേശേട്ടനെ ഡിസ്ചാർജ് ചെയ്തു. അത് പ്രഷർ കൂടി പോയിട്ടാണ്. അനക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഈ ഗർഭസമയത്ത് ഉണ്ടാവുന്ന പറഞ്ഞു ഡോക്ടർ. വേറെ വിശേഷമൊന്നുമില്ല അമ്മ, പിന്നെ വിളിക്കാം. ഞാൻ എന്നാ ഡ്രസ് മാറിയിട്ടേ. സുലു, എന്നോട് ഡോക്ടർ എന്നാ പറഞ്ഞേ? അത് കുഴപ്പമൊന്നുമില്ല, അത് ഈ സമയത്ത് ഉണ്ടാവുന്നയാന്ന് പറഞ്ഞു. എന്റെ ഗൂഗിളോ? ഇനിയെങ്കിലും എല്ലാം ഒന്ന് കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാൻ നോക്കൂ സുലു. ഇനി നോക്കി കണ്ടാലും ചെയ്യണം കേട്ടാ. ഇപ്പം ഗൂഗിള്
പറഞ്ഞു വെക്കല്ലേ. അപ്പോ ദിനേശ് ചേട്ടാ, നമ്മള് ഹൈപ്പോട്ടൻ 50 വാങ്ങിയിട്ടില്ല. ഏതാ മരുന്ന്? അത് ദിനേശ് ചേട്ടന് പ്രഷറിന്റെയാ. അതിന് ഡോക്ടർ പറഞ്ഞല്ല, അടുത്ത ഫാർമസിന്ന് തന്നെ ഫുള്ള് വാങ്ങിയില്ല നമ്മള്. ഇത് ഡോക്ടർ പറഞ്ഞ മരുന്നല്ല, ഇത് ഗൂഗിള് പറയുന്നയാ പ്രഷറിന്. അപ്പൊ നമ്മളത് വാങ്ങണ്ടേ? അങ്ങനെ ശാസ്ത്രം ജയിച്ച് മനുഷ്യൻ പിന്നെയും തോറ്റു. നിന്റെ അമ്മ തോപ്പിച്ച്. ദിനേശ് ചേട്ടാ, ആ നീതുവിന്റെ ഭർത്താവ് സ്വരൂപിനെ കണ്ട മലയാളിയാന്ന് പറയേ ഇല്ല അല്ലേ? ഓനെ കണ്ട ഒരു ഹിന്ദി നാടിനെ പോലെ ഇല്ലേ? എന്നാ വെളുപ്പല്ലേ? നീതുവിന് സ്വരൂപിനെ കുറിച്ച് പറയുമ്പോ 100 നാവാ. ഭർത്താവിനെ കുറിച്ചുള്ള പൊങ്ങച്ചം കേട്ട് എന്റെ ചവിട്ടിന്ന് ഉള്ളിന്റെ വേര് വരെ വന്നു. എനക്കൂണ്ടല്ല കഴുത്തിന് ചുറ്റും കുറെ നാവ്. എന്നെ കുറിച്ചും വെറുതെ പൊക്കി അടിക്കല്ലേ? ഓ, എന്തെടുത്തിട്ടാ പൊക്കി അടിക്കണ്ടേ? സ്വരൂപം നിങ്ങൾ നിന്ന കള്ളും വെച്ച പോലെ ഉണ്ടാവും. എന്തിനാ കള്ളുള്ളൂ? സ്വരൂപിന്റെ ഡ്രസ്സിങ് സ്റ്റൈൽ കണ്ടിനാ സിനിമാ നടൻ പോലെ പോരാ. ഷർട്ട് ഇൻസേർട്ട് ചെയ്ത പോലെ ഉണ്ടാവും. സുലു, ഈ ഫാമിലി ഫംഗ്ഷനിലും കള്ളി ഷർട്ട് ഇൻസേർട്ട് ആക്കിയിട്ട് വരുന്ന ഓൻ്റെ തൊലിക്കട്ടി സമ്മതിക്കണം. എനിക്ക് പറഞ്ഞാൽ ഓൻ ഡോർ തുറന്നിട്ട് ഉള്ളിൽ വരുമ്പോൾ ഞാൻ ആദ്യമേ ചെയ്ത CBSE കുട്ടി ക്ലാസ് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഓനോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ. ഇതിന് പറയും അസൂയ. എന്തൊരു അസൂയ? ഓ ഇംഗ്ലീഷ് പറയുന്ന കണ്ടിനാ എമ്മാതിരി സ്പീഡിലാന്ന്. അതല്ല ആയിരിക്കും കയ്യും സുലു. എന്നിട്ട് എന്തേ ദിനേശ് ചേട്ടന് കഴിയാത്തെ? ദിനേശ് ചേട്ടനോട് ആരെങ്കിലും ഇംഗ്ലീഷിൽ ചോദിച്ചാൽ ഇപ്പോഴും 2 മിനിറ്റ് കഴിഞ്ഞിട്ടല്ലേ ഉത്തരം പറയൂ. സുലു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക, ഈ കണ്ടവന്മാരുമായിട്ട് എന്നെ വെറുതെങ്കിലും ഇങ്ങനെ കമ്പയർ ചെയ്യല്ലേ. ദിനേശ് ചേട്ടാ, അല്ല ശരിയല്ല സുലു, ശരിയല്ല. എന്തിനാ ഓനുമായിട്ടല്ല എന്നെ വെറുതെങ്കിലും കമ്പയർ ചെയ്യേണ്ട ആവശ്യം? ദിനേശ് ചേട്ടാ, നിങ്ങൾ ഇങ്ങനെ സങ്കുചിത മനസ്കനാവല്ല. എനിക്കതൊന്നും ഇഷ്ടമല്ല, അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. നമ്മളെ കുറവുകൾ ആരെങ്കിലും പറഞ്ഞു തരുമ്പോൾ അത് നല്ല രീതിയിൽ എടുക്കാൻ പഠിക്കണം ആദ്യം. അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളുകയും വേണം. ലോകത്തിൽ എത്ര ഭാര്യമാരിങ്ങനെ സ്വന്തം ഭർത്താവിന് പറഞ്ഞു കൊടുക്കും? ഞാനായതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞെല്ലാം മനസ്സിലാക്കി തരുന്നത്. അപ്പൊ ദിനേശ് ചേട്ടൻ എന്നെ അഭിനന്ദിക്കല്ലേ വേണ്ടേ? തെറ്റുകൾ മനസ്സിലാക്കുകയല്ലേ വേണ്ടേ? കൂടുതൽ സ്നേഹിക്കുകയല്ലേ വേണ്ടേ? ഞാനൊരു ഉപദേശം തരാം ഫ്രീ ആയിട്ട്. നമ്മൾ ഒരാളെ അഭിനന്ദിച്ചാൽ നമുക്ക് അസൂയല്ല വരേണ്ടത്, സ്വയം നമ്മൾ അങ്ങനെ ആയിത്തീരാൻ പ്രയത്നിക്കുക വേണ്ടത്. മനസ്സിലാക്കാൻ ശ്രമിക്കണം. ബെറ്റർ ലേറ്റ് ദാൻ എവർ ദിസ്. അങ്ങനെ പറയണ്ടായിരുന്നു. വെറുതെ സങ്കുചിത മനസ്കനായി. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. നമ്മൾ കമ്പയർ ഒന്നുമല്ലല്ലോ ചെയ്തത്, നമ്മൾ പറഞ്ഞതല്ലേ ഉള്ളൂ. അവള് എന്താണ് ചമ്മി. ഞാൻ പോട്ടെ. എന്നാ ചൂട്. നീ എന്നാ AC ഇട്ടാ സുലു. ഇന്ന് എന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് മറ്റേന്തേലും അവളെ വരുന്ന രമ്യ. എൻ്റെ ഓഫീസില്ലേ അതിൻ്റെ അപ്പുറത്തെ ബിൽഡിങ്ങിലാണ് അവള് ജോലി ചെയ്യുന്നത്. എനക്ക് ആദ്യം ആളെ മനസ്സിലായിട്ടില്ലായിരുന്നു. വളരെ മുമ്പേ മറ്റേ കണ്ടല്ലേ. ഞാൻ ഓഫീസിലേക്ക് കയറുമ്പോണ്ട് അവള് ബാക്കുന്നൊരു വിളി ദിനേശ് ചേട്ടാന്ന്. ഞാൻ തിരിഞ്ഞു നോക്കി പോയിട്ടാ ഇത്രയുള്ള മുട്ടിൻ്റെ അത്രയുള്ള കുപ്പായെല്ലാം ഇട്ടിട്ട്. ഇപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞാൽ ഒരു 10, 21, 22 വയസ്സ്, അതിൽ കൂടുതലല്ല. മെലിഞ്ഞിട്ട് തീരെ വെയിറ്റില്ല. അവളെ ബിൽഡിങ് വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഒരു 5-6 റുപ്യ, 5-6,000 എന്തായാലും സാലറി ഉണ്ടാവും അല്ലേ? മുട്ടിക്കോളൂ മുട്ടിക്ക് അല്ലേ? അവനവൻ കുരുക്കുന്ന കുരുക്കഴിച്ചെടുക്കുമ്പം എന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്? രമ്യനെ കണ്ടിന്, അത്രേ ഉള്ളൂ. ഓളെ കാണാൻ 22 വയസ്സ്. അപ്പൊ എന്നെ കാണാനോ? അല്ല അത് ഓള്
മിടുക്കി. അപ്പൊ ഞാൻ മുതുക്കി അല്ലേ? ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ സുലു. ഓക്ക് 6000 ദിർഹം ശമ്പളം അല്ലേ? ഞാൻ പണിയില്ലാണ്ട് വീട്ടിൽ കുത്തിയിരിക്കുന്നു അല്ലേ? ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളെ മനസ്സ് നിറച്ചു കുഷ്ടാണ്. ഒരിക്കലും മാറാത്ത കുഷ്ടം. സ്വന്തം ഭാര്യയുടെ ഏതോ ഒരു ചാവാലും പെണ്ണുമായിട്ട് താരതമ്യം ചെയ്യുന്ന പുഞ്ഞു ഭർത്താവല്ലേ നിങ്ങള്? എന്താ സ്വന്തം ഭാര്യനെ നിങ്ങൾ പരസ്ത്രീയായിട്ട് താരതമ്യപ്പെടുത്തിയില്ലേ? ഏത് പരസ്ത്രീ? നിങ്ങൾക്ക് ഞാനിപ്പോ ജോലിയും കൂലിയില്ലാത്ത കളവിയല്ലേ? കടക്ക് പുറത്ത്